അപ്പൊ ദിയാകൃഷ്ണയുടെ സ്ഥാപനമായിട്ടുള്ള ഓബൈ ഓസിയിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. ഈ സംഭവത്തിൽ ദിയാകൃഷ്ണയുടെ അച്ഛനായിട്ടുള്ള കൃഷ്ണകുമാറിനെതിരെ 9ഓളം വകുപ്പുകളിൽ കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. തട്ടിക്കൊണ്ടുപോകൽ തൊട്ട് പീഡനശ്രമം വരെ അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഏകദേശം 23 വർഷത്തോളം വരെ അകത്ത് കിടക്കാനുള്ള വകുപ്പുണ്ട്. പക്ഷേ ഈ വാർത്ത പുറത്തുവിട്ടത് മറുനാട് മലയാളിയാണ് കേട്ടോ. മറ്റുള്ള മെയിൻ സ്ട്രീം മീഡിയാസ് ഒന്നും ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുള്ള FIR കാര്യങ്ങളൊന്നും ഇപ്പോൾ ലഭ്യവുമല്ല. ഒരുപക്ഷെ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന 69 ലക്ഷത്തോളം ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയെടുത്ത ആ 3 യുവതികൾ ദിയാകൃഷ്ണയുടെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തപ്പെട്ട FIR ആയിരിക്കും അത്. ഫസ്റ്റ് അവരാണല്ലോ ദിയയുടെ കുടുംബത്തിനെതിരെ കേസ് കൊടുത്തത്. പക്ഷെ പിന്നീടാണല്ലോ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരുന്നത്. പക്ഷെ പിന്നീട് സത്യം പുറത്തു വന്നപ്പോൾ പോലീസുകാർക്ക് അമളി മനസ്സിലായി FIR ഓൺലൈനിൽ നിന്നും പിൻവലിച്ചതാകാം. എന്തായാലും വലിയൊരു തുക തന്നെയാണ് അല്ലേ ഈ 3 ജീവനക്കാരും കൂടി ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് തട്ടിയത്. എത്രയാണ്? 69 ലക്ഷത്തോളം രൂപ. അതും തട്ടിയത് എങ്ങനെയാണ്? ദിയയുടെ സ്ഥാപനത്തിൽ ഫാൻസി ആഭരണങ്ങൾ വാങ്ങാൻ വരുന്ന കസ്റ്റമേഴ്സ് പേയ്മെന്റ് ചെയ്യുന്ന സമയത്ത് ഈ ജീവനക്കാർ എന്ത് ചെയ്യുന്നു? പേയ്മെന്റ് സ്വന്തം അക്കൗണ്ടിലേക്ക് സ്വീകരിക്കുന്നു. എന്നിട്ട് കണക്കിൽ കൃത്രിമത്വം കാണിച്ച് ഈ 3 പേരും കൂടി ആ തുക പങ്കിട്ടെടുക്കുന്നു. അങ്ങനെ പങ്കിട്ടെടുത്താണ് ഇവർ 69 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തത്. അവസാനം തട്ടിപ്പ് പിടിക്കപ്പെട്ടപ്പോൾ ദിയയും കുടുംബവും കൂടി ഈ 3 പേരെയും കൂടി ഫ്ളാറ്റിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തു അല്ലേ. ആ ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ഈ തട്ടിപ്പ് നടത്തിയ 3 പേർ കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും എതിരെ കേസ് കൊടുക്കുന്നതും ഞങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഞങ്ങളോട് ദിയയുടെ കുടുംബം മോശമായി പെരുമാറിയെന്നും പറഞ്ഞുകൊണ്ട് ഇവർ രംഗത്ത് വരുന്നത്. പക്ഷേ പിന്നീട് ദിയയുടെ കുടുംബം തെളിവടക്കം പുറത്തു വിട്ടതോടെയാണ് സംഭവത്തിന്റെ യഥാർത്ഥ വശം ജനങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ. എന്തായാലും ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ഈ ടോപ്പിക് എടുത്ത് വീണ്ടും സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഈ ബ്രഹ്മ ഭൂമ എന്ന് പറഞ്ഞൊരു ചാനലിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ആ വീഡിയോയുടെ തമ്മിൽ ഞാനൊന്ന് വായിച്ചു തരാം. വൻ ടാക്സ് വെട്ടിപ്പ്, ഫ്രോഡ് കുടുംബം, ഗർഭിണി മോളുടെ പ്രസവം അങ്ങ് ജയിലിലാകും. എങ്ങനെയുണ്ട്? ഗർഭിണിയായിട്ടുള്ള ദിയാകൃഷ്ണയെ കുറിച്ചാണ് ഈ പറയുന്നത്. ഗർഭിണി മോളുടെ പ്രസവം അങ്ങ് ജയിലിലാകുന്നൊക്കെ. എങ്ങനെയാണ് ഒരു ഗർഭിണിയെ കുറിച്ച് ആൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നുള്ളതാണ്. ഗർഭിണി മോളുടെ പ്രസവം അങ്ങ് ജയിലിലാകുന്നൊക്കെ ഇതിനെ കണ്ടല്ലോ, പറഞ്ഞാൽ കൂടി പോകും. ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഏതോ ഒരു സ്വാമിജിന്റെ ചാനലാണിത്. എന്തായാലും വീഡിയോയിൽ മൂപ്പർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേട്ടോക്കാം. ഇവിടെ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് 3 പെൺകുട്ടികളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. ഇതുവരെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറെ സത്യം. സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തിന്റെ മൂർച്ച ഇവരിലൂടെ നമ്മളും അറിയേണ്ടതുണ്ട്. എന്ത് മൂർച്ചാണ് നിങ്ങൾ ഈ പറയുന്നത്? പറഞ്ഞാൽ കേട്ടില്ലേ? ഇവിടെ കഴിഞ്ഞ 3-4 ദിവസമായി 3 പെൺകുട്ടികളെ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്നൊക്കെ. പിന്നെ ഒരാൾ മോചനം നടത്തി പിടിക്കപ്പെടുന്ന സമയത്ത് പിടിച്ച് ഉമ്മക്ക. എന്തേ ഇയാൾ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? ഇങ്ങനെ കുറ്റവാളികളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മനുഷ്യരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. തട്ടിയത് 1, 2, 3 69 ലക്ഷം രൂപയാണ്. തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് തട്ടിപ്പ് നടത്തിയവർ തന്നെ സമ്മതിച്ച് തരികയും ചെയ്തു. അതിന്റെ ഫുട്ടേജും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടു അല്ലേ. എന്നിട്ടാണ് വന്നിരുന്ന് ന്യായീകരിക്കുന്നത് എല്ലാവരും കൂടെ അവരെ വളഞ്ഞിട്ട് ആക്രമിക്കാന്നൊക്കെ. എങ്ങനെയാണ് ഇഷ്ടം ഇയാൾക്ക് ഇങ്ങനെയൊക്കെ ന്യായീകരിക്കാൻ തോന്നുന്നത്? എന്നിട്ട് പിന്നീട് പറഞ്ഞ കേട്ടില്ലേ, സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തിന്റെ മൂർച്ച ഇവരിലൂടെ നമ്മൾ അറിയണമെന്നൊക്കെ. ഇങ്ങനെ എന്തോ വേറെ ഏതോ തലത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകുന്നത്. ഇതിനൊരു രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ നോക്കുകയാണ് അല്ലേ. ഇവിടെ സംഖ്യയും കൊങ്ങിയൊന്നുമില്ല. സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും ദിയയുടെ കൂടെയാണ് നിൽക്കുന്നത്. മാത്രമല്ല ഇതൊരു രാഷ്ട്രീയ പ്രശ്നവുമല്ല. ഇതിന് ആ രീതിയിൽ വളച്ചൊടിക്കാൻ നോക്കണ്ട. ഒരു സ്ഥാപനത്തിലെ 3 ജീവനക്കാരും കൂടി ചേർന്ന് ആ സ്ഥാപനത്തിൽ തട്ടിപ്പ് നടത്തി, അത് പിടിക്കപ്പെട്ടു. സ്വാഭാവികമായിട്ടും അതറിയുന്ന ജനം തട്ടിപ്പ് നടത്തിയവരുടെ കൂടെ നിൽക്കോ അതോ പണം നഷ്ടപ്പെട്ടവരുടെ കൂടെ നിൽക്കോ? അത്ര ചിന്തിച്ചാൽ മതി. അതിന് വലിയ സംഖ്യയും കൊങ്ങിയും ചൂടാറ്റൊന്നും ആവേണ്ട ആവശ്യമില്ല. എന്തായാലും സ്വാമിജി തുടങ്ങിയതല്ലേ, ബാക്കി പറഞ്ഞാട്ടെ. കാര്യമറിയാതെയാണ് ഇപ്പൊ കുറെ പെണ്ണുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അയ്യോ, ഒരു കട തുറക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണ്, ജോലി കിട്ടാൻ കഷ്ടപ്പെട്ട് നടക്കുന്ന ആളുകൾക്ക് അന്നം മുട്ടാതിരിക്കാൻ വേണ്ടി ജോലി കൊടുത്തപ്പോ ഇവരുടെ അന്നം മുട്ടിക്കാൻ ശ്രമിച്ചില്ലേ? ഈ രീതിയിൽ ഈ കടയുടെ ഉടമസ്ഥനും അയാളുടെ കൂട്ടത്തിലുള്ള സൈന്യം, 5 പെണ്ണുങ്ങളുടെ സൈന്യവും അവരെ വെള്ളപൂശിക്കൊണ്ട് മറ്റുള്ളവരെ നന്ദി കെട്ടവരായിട്ടും മോഷ്ടാക്കളായിട്ടും സമൂഹത്തിൽ നിന്റെ തല തെറിപ്പിക്കുന്നതാണ് ഫോണിൽ കൂടെ പറഞ്ഞത്. നിനക്ക് ഈ സമൂഹത്തെ എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ല, നട്ടല് നിവർത്തി നടക്കാൻ കഴിയില്ല, നിന്റെ മോന്ത അടിച്ചു പൊളിക്കുന്നൊക്കെ പറഞ്ഞു. മര്യാദക്കാരത്രേ, സംസ്കാര സമ്പന്ന. പിന്നെ സ്വന്തം കടയിൽ നിന്നും 69 ലക്ഷം രൂപ അപഹരിച്ചു പോയവരോട് എങ്ങനെയാണ് പറയേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിടിച്ച് ഉമ്മ വെക്കുക. എന്തേ അതിൽ അറിയാൻ മേലത്തോണ്ട് ചോദിക്കുക. ഇങ്ങനെ എന്തിന്റെ കേടാണ് വന്നിരുന്ന് അങ്ങോട്ട് പറയുന്നല്ലേ. സംഭവം മനസ്സിലായല്ലോ. ഈ തട്ടിപ്പ് നടത്തിയ സ്ത്രീകളെ വിളിച്ച് ദിയാകൃഷ്ണ ഫോണിൽ സംസാരിക്കുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ദിയാകൃഷ്ണ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളെന്ന് ഞാൻ മര്യാദയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ വിടില്ല, നിങ്ങളെ ഞാൻ പോലീസ് സ്റ്റേഷനിൽ കയറ്റും, സോഷ്യൽ മീഡിയയിലിട്ട് നിങ്ങൾ അപമാനിക്കുന്നൊക്കെ. ആ വോയിസ് എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിനെക്കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഇങ്ങനോട് എനിക്ക് പറയാനുള്ളത്, ദിയ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറഞ്ഞു പോയെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ കൂടുതൽ പറയണമായിരുന്നു. ഇത്രയും പണം തട്ടിക്കൊണ്ടുപോയ ഒരാളോട് ഇങ്ങനെ എല്ലാവരും സംസാരിക്കേണ്ടിയിരുന്നത്. ഇതിലൊരു 10 ഇട്ടെങ്കിലും പറയണമായിരുന്നു. സംഭവം ഇങ്ങനെ കൃഷ്ണകുമാറിനോടും കുടുംബത്തോടും നല്ല രീതിയിലുള്ള രാഷ്ട്രീയ വിദ്വേഷമുണ്ട്. അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിനെയും കുടുംബത്തെയും ആളുകൾ നല്ലത് പറയണത് ഇങ്ങനെ തീരെ അങ്ങ് പിടിക്കുന്നില്ല. അപ്പൊ പിന്നെ കൃഷ്ണകുമാറിനെയും കുടുംബത്തിനെയും എതിരെ എന്തെങ്കിലുമൊക്കെ പറയണല്ലോ. അതുകൊണ്ട് ഇങ്ങനെ പറയുന്നതായിട്ട് കൂട്ടിയാൽ മതി. ഇതാരും ബാക്കി പറഞ്ഞോട്ടെ. ഇപ്പൊ പെണ്ണുങ്ങളുടെ ഒരു പുതിയൊരു പരിപാടിയുണ്ട്.
അതൊരു വൃത്തികെട്ട പരിപാടിയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഒരു പെണ്ണുണ്ട്, ഈ ചുണ്ടത്ത് ചോപ്പ് വെച്ച് തേക്കും. വൃത്തികേടാണ് അത്. ആകാം, ഇതിപ്പോ എന്റെ ചുണ്ട് കറുത്തിട്ടല്ലോ, ചോന്നിട്ടാണ്. ഞാനൊന്നും വെച്ച് തേച്ചിട്ടല്ല. പക്ഷെ ഈ ചുണ്ട് മാത്രം, ബാക്കിയെല്ലാം മലയാളിയുടെ പോലെ തന്നെ ബ്രൗൺ കളർ, ചുണ്ട് മാത്രം ആരെ ചുണ്ടിട്ടിട്ട് ഒരു അടി കൊടുത്ത ചുണ്ട് പൊട്ടിയിട്ട് ചോര ഒഴിക്കുന്ന പോലെ ചുണ്ട് ഇരിക്കുന്നുണ്ട്. സിംഹാനം കുരങ്ങുണ്ട് നമ്മളുടെ സൈഡിൽ മതിൽ പോയി കഴിഞ്ഞാൽ. സിംഹാനം കുരങ്ങന്റെ ഈ മുഖം കറുത്തിട്ട, മലയാളിയാണല്ലോ, ശരീരം കറുത്തിട്ട, പക്ഷെ അതിന്റെ മൂഡ് മാത്രം, അതിന്റെ ആസനദ്വാരത്തിന് ചുറ്റും മാത്രം ഇങ്ങനെ ചുവന്നിരിക്കുന്നത് കാണാം. ഇതുപോലെയാണ് ഈ പെണ്ണുങ്ങളൊക്കെ ഈ വെച്ച് തേച്ച് ഓരോന്ന് കാണിച്ചു നടക്കുന്ന അവരുടെ ഇഷ്ടമാണ്. എന്തിനായി ശരി, ഇത്രയും പറഞ്ഞു കൂട്ടിയിട്ട് അവസാനം പറയാണ് അവരുടെ ഇഷ്ടമാണ് എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ. എന്താ ഞാനിതിനൊക്കെ പറയാം. ഐ തിങ്ക് റിപ്പോർട്ടർ ടിവിയിലെ സുജയ പാർവതിയെ കുറിച്ചാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, അല്ലെ? റിപ്പോർട്ടർ ടിവിയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഫീമെയിൽ അവതാരിക പുള്ളിക്കാരിയാണല്ലോ. എനിക്ക് എന്തായാലും ഇങ്ങനെ ജനറലൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉന്നയിച്ചത്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് നോക്കി, സിംഹവാലം കുരുങ്ങിന്റെ ആസനത്തോടൊക്കെയാണ് ഇയാൾ സ്ത്രീകൾ ലിപ്സ്റ്റിക് ഇടുന്നതിന് ഉപമിച്ചിരിക്കുന്നത്. ഇങ്ങേരോടൊക്കെ മൈൻഡ് സെറ്റ് നോക്കണം നിങ്ങൾ. കഴിഞ്ഞിട്ടില്ല, ഇനിയും പറയുന്നുണ്ട്, ബാക്കിയൂടി കേട്ടോക്കാം. പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കുടുംബം കടന്നു പോകുന്നത്. മക്കൾ സുരക്ഷിതരല്ല. എങ്ങനെ സുരക്ഷിതരാകും? അവരുടെ വേഷം കെട്ടലുകൾ, അതിലൊരു ഉണ്ടക്കണ്ണുള്ളൊരു പെണ്ണുണ്ടല്ലോ, എന്തെല്ലാം വേഷ കെട്ടിയിട്ടുള്ളത്. മറക്കേണ്ട ഭാഗങ്ങൾ മുഴുവൻ വെളിച്ചത്ത് കാണിച്ച്, തൊട കാണിച്ച്, മാറിടം കാണിച്ച്, ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലോ. എന്നിട്ട് പറയും ഞങ്ങൾ സംസ്കാര സമ്പന്നരാണ്. അക്കാര്യം പറയാതിരിക്കുകയാണ് നല്ലത്. ബെസ്റ്റ്. കൃഷ്ണകുമാറിന്റെ കുടുംബത്തിലെ മക്കളുടെ വസ്ത്രധാരണത്തെ കുറിച്ചാണ് ഇങ്ങനെ സംസാരിച്ച് വെക്കുന്നത്. സംഭവം കൃഷ്ണകുമാർ കഴിഞ്ഞ ദിവസം മീഡിയകളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ കുടുംബത്തിലെ മക്കൾ സുരക്ഷിതരല്ല. അതിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പൊ സംസാരിച്ചത്. ഇങ്ങേരിപ്പോ ഇത് പറഞ്ഞ് ആ കുടുംബത്തിലെ കുട്ടികളുടെ വസ്ത്രധാരണത്തിലെ വരെ തൊട്ട് കളിക്കാൻ തുടങ്ങി, അല്ലേ? ഇത് എങ്ങോട്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത്? ഞാനിവിടെ ആലോചിക്കുന്നത് അതല്ല. ഇങ്ങേർക്ക് പെൺകുട്ടികൾ ലിപ്സ്റ്റിക് ഇട്ടാൽ പ്രശ്നം, പെൺകുട്ടികൾ ഇറക്കം കുറഞ്ഞ വസ്ത്രം ധരിച്ചാൽ പ്രശ്നം. പക്ഷെ പെൺകുട്ടികൾ മോശനം നടത്തിയാൽ യാതൊരു കുഴപ്പമില്ല. അവരെല്ലാരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നു എന്നാണ് ഇങ്ങേര് വാദിക്കുന്നത്. ഒരു പ്രത്യേകതരം ചിന്താഗതിക്കാരൻ, അല്ലേ? ഒരു കുടുംബത്തോട് മൊത്തത്തിൽ വിദ്വേഷം ഉണ്ടെന്ന് കരുതി ഇങ്ങനെയൊക്കെ പറയാൻ നിൽക്കണം. ഇതൊന്നല്ല കേട്ടോ, കുറെ എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ട്. ഞാൻ എല്ലാം കൂടി കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇനി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില അപ്ഡേറ്റുകളെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. കഴിഞ്ഞ ദിവസം കൃഷ്ണകുമാർ മാധ്യമങ്ങളെ കണ്ട് ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ അതിലൊരു പന്തികേട് പോലെ തോന്നി. നമ്മൾ എന്തായാലും ഒന്ന് കേട്ടോക്കാം. അതായത് ഇവർ രാവിലെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ലക്ഷം രൂപയായിട്ടാണ് ഇവർ വരുന്നത്. അതിനുശേഷം ഈ ഫോൺ വാങ്ങിച്ച് നോക്കുമ്പോഴാണ് ഇതിന്റെ വ്യാപ്തി പിടികിട്ടുന്നത്. അപ്പോൾ ഞങ്ങളുടെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു ആർക്കോൺ ബിൽഡേഴ്സിന്റെ ഓപ്പൺ ഏരിയയിൽ ഇരുന്നിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മകളും ഭാര്യയും സംസാരിച്ചിരുന്നപ്പോഴാണ് ഈ വിഷയത്തിന്റെ ബെൽറ്റ് പിടിയിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ വരുന്നു. അപ്പോൾ അവിടുത്തെ അസോസിയേഷൻ ആൾക്കാരെ കൃഷ്ണകുമാർ ആൾ കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടാവും. അപ്പോൾ ഞങ്ങൾ നേരെ ഈ ഓഫീസിലേക്ക് വരുന്നു. ഈ ഓഫീസിൽ ഒന്ന് ഇവിടെ ഇരുന്ന് സംസാരിക്കുക. അപ്പോൾ ഇവർ കംപ്ലീറ്റ് കാര്യങ്ങളും സംസാരിച്ചു. ഞങ്ങൾ ഇങ്ങനെയൊക്കെ എടുക്കേണ്ട സാഹചര്യം വന്നു. ഞങ്ങൾ പൈസ തരാം. അങ്ങനെ ഇതിൽ ഒരു പെൺകുട്ടിയുടെ ഭർത്താവ് ഇവിടുന്ന് വെളിയിൽ പോയി 3-4 മണിക്കൂറിനകത്ത് കുറേ പൈസയുമായിട്ട് വന്നു. 8,80,000 എത്ര രൂപയായിട്ട് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ വെച്ച് ബാക്കി പൈസ കാര്യം എങ്ങനെയാണ്? അപ്പോൾ ഞങ്ങളൊരു കാര്യം ചെയ്യാം, ചെക്കായിട്ട് തരാം, പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും പൈസ തരാൻ പറ്റില്ല. ഞാൻ എത്ര പൈസ തരാം? അങ്ങനെ പറഞ്ഞ് ഞങ്ങളൊരു 15 ലക്ഷം രൂപ കൂടെ തരാം, 5 വീതം. അതാണ് ഈ പത്രത്തിൽ അവർ എഴുതിയിരിക്കുന്നത്. ഞങ്ങൾ ഓരോരുത്തരും 5 ലക്ഷം രൂപ വീതം 3 തവണയായിട്ട്. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങുന്ന കുട്ടികൾ രാത്രി പോയിട്ട് ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തും. അങ്ങനെ വരുമ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ട? അടുത്ത നടപടി, ഇനി സെറ്റിൽമെന്റ് വേണ്ട, നമുക്ക് നേരെ കേസിൽ പോകാം. ഞാൻ അങ്ങനെ ഞായറാഴ്ച രാവിലെ 1-ാം തീയതി വിശ്വസിക്കുന്നു. അന്ന് ഞാൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ കൊണ്ടുവന്ന് പരാതി കൊടുക്കും. പക്ഷേ കൃഷ്ണകുമാർ ഈ പറയുന്ന ഒരു അവ്യക്തത കുറവില്ല. കാരണം ഈ പറയുന്നത് 23 ലക്ഷം രൂപയാണ് അങ്ങനെ നിങ്ങൾക്ക് ടോട്ടൽ ലഭിക്കുക. 8,83,000 തന്നു ക്യാഷായിട്ട്. 15 ലക്ഷം രൂപ ഇനി തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ വെറുതെ 46 ലക്ഷം രൂപ വേണ്ടെന്ന് വെച്ചു. അല്ലാതെ വേറെ എന്തോ മാർഗം നിങ്ങളൊന്ന് പറയൂ. അല്ല, നിങ്ങൾക്ക് ഇത്ര നഷ്ടം വന്നല്ലേ? അല്ല, ഇത്രയും നഷ്ടം വന്നിട്ട് ഇപ്പൊ ആർക്കെതിരെ നടപടി വന്ന് നിങ്ങളൊന്ന് ആലോചിക്കും. നമ്മുടെ ഇവിടുത്തെ സംവിധാനങ്ങളെ പറ്റി നല്ല ബോധമുള്ള ഒരാൾ, 56 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച ഒരാളാണ്, കലാകാരനായിട്ട് രാഷ്ട്രീയത്തിലെല്ലാം നിന്നതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പണം പോയിട്ട് നമ്മൾ എന്തായാലും കാലത്ത് നോക്കുന്നത്? പണം കിട്ടണമെങ്കിലുണ്ടല്ലോ 10-20 വർഷം പോകും. നമ്മൾ ആയസോടെ ജീവനോട് പോലും ഭൂമി കാണത്തില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിൽ വന്നു കഴിഞ്ഞു. എന്തോ ഇങ്ങേരി പറഞ്ഞതിനോട് യോജിക്കാൻ പറ്റാത്തതുപോലെ 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ടിട്ട് 24 ലക്ഷം രൂപ തന്നാൽ മതി എന്നുള്ള സെറ്റിൽമെന്റിലേക്ക് ആദ്യം എത്തുന്നു. പിന്നീട് കേസായപ്പോൾ പണത്തിന് ആവശ്യമില്ല, കേസ് നടന്നാൽ മതി എന്നുള്ള രീതിയിലേക്ക് ആവുന്നു. എനിക്കെന്തോ അതും കൂടി യോജിക്കാൻ പറ്റാത്തതുപോലെ. കാരണം നഷ്ടപ്പെട്ടത് 1-2 അല്ലല്ലോ, 69 ലക്ഷം രൂപയാണ്. ഒരു 10,000-ഓ 20,000-ഓ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോട്ടെന്ന് വെക്കാം, അല്ലേ? അയാളെ നിവർത്തികേടുകൊണ്ട് തട്ടിയെടുത്താണെന്ന് വിചാരിച്ച് നമുക്ക് വിട്ടുകളയാം. പക്ഷെ ഇത് അതല്ലല്ലോ. ഇത്രയും ഹ്യൂജ് എമൗണ്ട് നഷ്ടപ്പെട്ടിട്ടും വളരെ ലാഘവത്തോടെയാണ് ഇവിടെ കൃഷ്ണകുമാരൻ സംസാരിക്കുന്നത്, അല്ലേ? എനിക്കെന്തോ അവിടെ എന്തോ യോജിക്കാൻ പറ്റാത്തതുപോലെ. ഇതേ നിലപാട് തന്നെയാണ് ദിയാകൃഷ്ണയുടെ അമ്മയായിട്ടുള്ള സിന്ധു കൃഷ്ണയും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്ക് എന്തായാലും സിന്ധു കൃഷ്ണയുടെ വാക്കുകളൊന്ന് കേട്ടോക്കാം. ഓക്കെ, നമ്മളൊരു ഫോർമാലിറ്റിക്ക് എന്ന് വെച്ചിട്ട് ഒരു കംപ്ലൈന്റ് ചെയ്തിട്ട് അത് വളരെ നന്നായി അത് ചെയ്തത്. അല്ലെങ്കിൽ ഇവർക്കെതിരെ ഒരു കേസിന് പോകണം എന്നൊന്നും നമ്മൾ ആദ്യം ചിന്തിച്ചിരുന്നില്ല. ഇത്രയും വലിയ മനസ്സോടെ നമ്മളൊക്കെ ഇരിക്കുക, ഇത്രയും ബിഗ് എമൗണ്ട് കൊണ്ടുപോയി അറിഞ്ഞിട്ടും അവരോട് ക്ഷമിക്കാനാണ് നമ്മുടെ മനസ്സ് പോയത്.
എന്തിന് ക്ഷമിക്കണം? ഇതൊക്കെ എങ്ങനെയാണ് വലിയ മനസ്സായിട്ട് മാറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും വലിയ എമൗണ്ട് തട്ടിയെടുത്തവരോട് ഞാൻ ക്ഷമിച്ചു പോലും. എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത് എന്നുള്ളതാണ്. എന്തോ എനിക്കെന്തൊന്നും ഒരിക്കലും ഡൈജസ്റ്റ് ആവാത്തതുപോലെ. മൊത്തത്തിൽ ഐ ഫീൽ സംതിങ് ഫിഷി. കാരണം നിങ്ങൾ ഇവിടെ നിന്ന് നോക്കി, വലിയൊരു തട്ടിപ്പ് നടന്നു. ആ തട്ടിപ്പ് നടത്തിയ കുറ്റവാളികൾ തന്നെ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നതിന്റെ വീഡിയോ ക്ലിപ്പുകൾ അടക്കമുള്ള തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു അല്ലേ? എന്നിട്ട് ഞാൻ ഈ സംസാരിക്കുന്നത് വരേക്കും ആ കുറ്റവാളികൾക്കെതിരെ ഒരു നിയമ നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അവർ അറസ്റ്റ് പോലും ചെയ്തിട്ടില്ല. സാധാരണ നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ മോചനം നടന്നാൽ പോലും പെട്ടെന്ന് അറസ്റ്റ് ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇവിടെ കേസ് കൊടുത്ത് നാളെ ഇത്ര വരെ ആയിട്ടും അതൊന്നും നടക്കുന്നില്ല. ഇന്നലെ തെളിവെടുപ്പിന് വേണ്ടി പോലീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് കേട്ടത്. പിന്നെ അതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. ഇത്രയൊക്കെ തെളിവ് കിട്ടിയിട്ടും എന്തുകൊണ്ട് ഇവർ അറസ്റ്റ് ചെയ്യുന്നില്ല? എന്തോ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരു ഫിഷി ഫീലിംഗ് പോലെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇനിയും എന്തൊക്കെയോ പുറത്ത് വരാനുള്ളത് പോലെ. ഞാൻ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. കൂടുതലൊന്നും ഞാൻ ഇവിടെ പറയുന്നില്ല. എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പുറത്തൊരു ടോപ്പിക്കുമായിട്ടും കാണാം.